ഹലോ ഓൾ, എല്ലാവർക്കും മൈമെൻറ്റർ PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ ടോപ്പിക്കുകളാണ് പഠിച്ചു പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവല്ലേ? നോക്കാം. ആദ്യമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് റംസാർ പട്ടിക അല്ലെങ്കിൽ റംസാർ കേന്ദ്രങ്ങൾ എന്നുള്ളൊരു ഭാഗം. പൊതുവേ നമ്മുടെ പരീക്ഷയ്ക്ക് സ്റ്റാറ്റിക് പോർഷനിൽ നിന്നാണെങ്കിലും കറണ്ട് അഫെയറിൽ നിന്നുമാണെങ്കിലും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണിത്. അതായത് റംസാർ കേന്ദ്രങ്ങളുടെ ആ ഒരു പട്ടികയിലേക്ക് പുതിയതായി ചേർത്തിട്ടുള്ള സൈറ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള പലതരത്തിലുള്ള തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്നിട്ടുള്ള ഒരു കൺവെൻഷനാണ് റംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് സംരക്ഷണം ആവശ്യപ്പെടുന്ന റംസാർ കേന്ദ്രങ്ങളെയൊക്കെ തന്നെയും ഉൾപ്പെടുത്താറുണ്ട് അല്ലേ? അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് 2025 ഫെബ്രുവരിയിൽ എത്ര എണ്ണം, ഒരു 4 തണ്ണീർത്തടങ്ങളെ ഇതിനകത്തേക്ക് റംസാർ കേന്ദ്രങ്ങളിലേക്ക് ആഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2025 ഫെബ്രുവരി 2 ഫെബ്രുവരി 2 എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ അല്ലേ? തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ആചരിക്കുന്ന ദിവസമാണ് ഫെബ്രുവരി 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് 4 റംസാർ കേന്ദ്രങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണത്? ആദ്യമായിട്ട് ശക്കരക്കോട്ടൈ പക്ഷി സങ്കേതം, തമിഴ്നാട്ടിലെ ശക്കരക്കോട്ടൈ എന്ന് പറയുന്ന പക്ഷി സങ്കേതമാണ് ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതെന്ന് പറയുന്നത് തേർത്താങ്കൽ പക്ഷി സങ്കേതമാണ്. തേർത്താങ്കൽ പക്ഷി സങ്കേതം. അപ്പോൾ ഇത് രണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം പിടികിട്ടും അല്ലേ? കാരണം ശക്കരക്കോട്ടൈ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു തമിഴ് വാക്ക് പോലെ തന്നെ ഉണ്ട് അല്ലേ? ശക്കരക്കോട്ടൈ പക്ഷി സങ്കേതവും അതുപോലെ തന്നെ തേർത്താങ്കൽ പക്ഷി സങ്കേതവും എവിടെയുള്ളതാണ്? തമിഴ്നാട്ടിലുള്ള 2 തണ്ണീർത്തടങ്ങളാണ് അല്ലെങ്കിൽ റംസാർ കേന്ദ്രങ്ങളാണ് ഇവ രണ്ടും പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഖേച്ചിയോ പാൽരി തണ്ണീർത്തടമാണ്. ഖേച്ചിയോ പാൽരി തണ്ണീർത്തടമാണ് അടുത്തതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അതെവിടെയുള്ളതാണ്? സിക്കിമിലുള്ളതാണ്. സിക്കിം സംസ്ഥാനത്തിലുള്ള തണ്ണീർത്തടമാണ് ഖേച്ചിയോ പാൽരി തണ്ണീർത്തടം എന്ന് പറയുന്നത്. 4ാമതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഉദ്വ തടാകമാണ്. ഉദ്വ തടാകം എവിടെയുള്ളതാണ്? ജാർഖണ്ഡിലുള്ളതാണ്. ജാർഖണ്ഡിലുള്ള റംസാർ കേന്ദ്രമാണ് ഉദ്വ തടാകം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? 2025 ഫെബ്രുവരി 2 ആഡ് ചെയ്തിട്ടുള്ള 4 തണ്ണീർത്തടങ്ങളാണ് അല്ലെങ്കിൽ റംസാർ കേന്ദ്രങ്ങളാണ് നമ്മൾ നോക്കിയത്. അതിൽ ആദ്യമായിട്ടുള്ളത് ശക്കരക്കോട്ടൈ പക്ഷി സങ്കേതം, അടുത്തതായിട്ട് തേർത്തങ്കൽ പക്ഷി സങ്കേതം, ഖേച്ചിയോൽ പാൽരി തണ്ണീർത്തടം, ഉദ്വ തടാകം. ഇത്രയും എണ്ണമാണ് 2025 ഫെബ്രുവരി 2 റംസാർ കേന്ദ്രങ്ങളുടെ പട്ടികയിലേക്ക് കയറിയിട്ടുള്ള 4 പ്രധാനപ്പെട്ട സൈറ്റുകൾ. ഓക്കെ, അടുത്തതായിട്ട് ഇതോടൊപ്പം തന്നെ ജൂൺ 5 2025 ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇതുപോലെ റംസാർ സൈറ്റിലേക്ക് കയറിയിട്ടുള്ള 2 പ്രധാനപ്പെട്ട സൈറ്റുകളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതായത് കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം 2025 ജൂൺ 5 രാജസ്ഥാനിൽ നിന്നുള്ള 2 തണ്ണീർത്തടങ്ങളെ കൂടി എന്ത് ചെയ്തു? റംസാർ സൈറ്റുകളായിട്ട് നിയോഗിക്കുകയുണ്ടായി. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് 4 എണ്ണമായിരുന്നു. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഫെബ്രുവരിയിൽ ആഡ് ചെയ്തതാണ്. ഇവിടെ എന്താണ്? ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചിട്ട് 2 പ്രധാനപ്പെട്ട സൈറ്റുകളെ കൂടി റംസാർ കേന്ദ്രങ്ങളായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ ഏതൊക്കെയാണത്? ഒന്ന് ഖിച്ചൺ ഫലോഡി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഖിച്ചൺ എന്ന് പറയുന്ന സൈറ്റാണ്. അതെവിടെയുള്ളത്? രാജസ്ഥാനിലാണുള്ളത്. അടുത്തതെന്ന് പറയുന്നത് മേനാർ എന്നുള്ള സ്ഥലമാണ്. അതും രാജസ്ഥാനിലുള്ള ഉദയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഓർക്കാമെന്ന് ചോദിച്ചാൽ, രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നൊരു സംഭവം ഉണ്ട് അല്ലേ? ചൂട് കൂടിയ സ്ഥലമാണ്, മരുഭൂമിയുള്ള സ്ഥലമാണ് എന്നാലോചിക്കുക. അപ്പോൾ മരുഭൂമി ആണ്, അവിടെ ചൂടാണ് അല്ലേ? അതേപോലെ നമ്മുടെ കിച്ചണിൽ പോയി കഴിഞ്ഞാലും നല്ല ചൂടാണ് എന്നാലോചിക്കുക. ഖിച്ചൺ എന്ന് പറയുന്ന സൈറ്റ് എവിടെയാണ്? രാജസ്ഥാൻ സംസ്ഥാനത്തുള്ളതാണ്. അടുത്തതായിട്ട് മേനാർ എന്ന് പറയുന്നതാണ്, അത് ഉദയ്പൂരിലുള്ളതാണ്. അതും രാജസ്ഥാൻ സംസ്ഥാനത്തിൽ വരുന്ന ഒരു റാംസാർ കേന്ദ്രമാണ്. ഓക്കെ, ഈ 2 സൈറ്റുകൾ കൂടി ചേർത്തതോടുകൂടി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങൾ ഉൾപ്പെടുന്ന
രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണം കൂടെ ചേർത്തതോടുകൂടി ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ കേന്ദ്രങ്ങളുള്ള റംസാർ സൈറ്റുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള റംസാർ കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. ഇന്ത്യയിൽ എത്ര എണ്ണം ഇതിൽ റംസാർ സൈറ്റുകളിലേക്ക് കയറിയിട്ടുണ്ട്? 91 എണ്ണം ഉണ്ട് കേട്ടോ. അതായത് 91 പ്രധാനപ്പെട്ട പാരിസ്ഥിതികമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള സൈറ്റുകളെയാണ് റംസാർ കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് എത്ര എണ്ണമാണ്? 91 എണ്ണമാണ്. അതിൻ്റെ റെക്കോർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ കേന്ദ്രങ്ങളുള്ള റാംസാർ തണ്ണീർത്തടങ്ങളുള്ള രാജ്യമായിട്ട് ഇതോടുകൂടി മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആഡ് ചെയ്തത് ഖിച്ചണും അതേപോലെ തന്നെ മേനാർ എന്ന് പറയുന്നതുമാണ്. ഇത് രണ്ടും രാജസ്ഥാനിലുള്ള പ്രധാനപ്പെട്ട റാംസാർ കേന്ദ്രങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റംസാർ കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തിയതോടുകൂടി 91 റാംസാർ കേന്ദ്രങ്ങളോടെ ഇന്ത്യ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ കേന്ദ്രങ്ങളുള്ള രാജ്യമായിട്ട് മാറി അല്ലേ. അതോടൊപ്പം വരുന്ന മറ്റൊരു പോയിന്റാണ് ആഗോളതലത്തിൽ മൂന്നാമത്തെ കൂടുതൽ റാംസാർ കേന്ദ്രങ്ങളുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ റാംസാർ കേന്ദ്രങ്ങളുള്ളത് യുണൈറ്റഡ് കിങ്ഡത്തിലാണ്, 176 എണ്ണം ഉണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത് ഏറ്റവും കൂടുതലുള്ള മെക്സിക്കോയിലാണ്, 144 എണ്ണമുണ്ട്. ഇന്ത്യയിൽ 91 എണ്ണമുണ്ട്. അങ്ങനെ ഇന്ത്യ മൂന്നാമത് ഏറ്റവും കൂടുതൽ റാംസാർ കേന്ദ്രങ്ങളുള്ള രാജ്യമായിട്ട് ആഗോള തലത്തിൽ മാറി. ഏഷ്യയിലാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള രാജ്യവുമായിട്ട് മാറി. ഓക്കെ, ഈ 2 പോയിന്റും ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് മുൻപേ തന്നെ റാംസാർ കേന്ദ്രങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാട് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ പുതിയ അഡിഷനോടുകൂടി 20 സൈറ്റുകളോടെ എന്താണ് തമിഴ്നാട് തന്നെയാണ് ഇപ്പോഴും മുൻപിലുള്ളത്. ഓക്കെ, ഇപ്പോൾ തമിഴ്നാട്ടിൽ എത്ര എണ്ണമുണ്ട്? 20 റാംസാർ കേന്ദ്രങ്ങളാണ് തമിഴ്നാട്ടിൽ ഉള്ളത്. അതിൻ്റെ തൊട്ടു പിന്നിൽ ഉത്തർപ്രദേശുമാണ് ഉള്ളത് 10 റാംസാർ കേന്ദ്രങ്ങളോടെ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ആദ്യം ചേർത്തിട്ടുള്ള 4 എണ്ണം ഫെബ്രുവരി 2-ന് ആഡ് ചെയ്തിട്ടുള്ള 4 റാംസാർ കേന്ദ്രങ്ങളും പിന്നീട് പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജൂൺ 5-ന് ആഡ് ചെയ്തിട്ടുള്ള 2 പ്രധാനപ്പെട്ട റാംസാർ സൈറ്റുകളുമാണ്. ഇത് ആഡ് ചെയ്തതോടുകൂടി 91 റാംസാർ കേന്ദ്രങ്ങളോടെ ഇന്ത്യ ആഗോളതലത്തിൽ മൂന്നാമത് ഏറ്റവും കൂടുതൽ റാംസാർ കേന്ദ്രങ്ങളുള്ള രാജ്യമായിട്ട് മാറുകയാണ്. അതേപോലെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ കേന്ദ്രങ്ങളുള്ള രാജ്യവുമായിട്ട് മാറി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ കേന്ദ്രങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിലാണ്, 20 എണ്ണമാണുള്ളത്. അതിൻ്റെ തൊട്ടു പിന്നിൽ ഉത്തർപ്രദേശിലാണുള്ളത്, 10 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ റാംസാർ കേന്ദ്രങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ് റാംസാർ കൺവെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1971 ഇറാനിൽ ചേർന്നിട്ടുള്ള ഒരു കൗൺസിലാണ്. അതിൽ എന്താണ് ലോകമെമ്പാടും വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള പാരിസ്ഥിതികമായിട്ടുള്ള പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളെ അല്ലെങ്കിൽ പരിസ്ഥിതി ലോലമായിട്ടുള്ള ജലതടങ്ങളെയൊക്കെ തന്നെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കൺവെൻഷനാണ്. 1982 ഫെബ്രുവരി 1-നാണ് ഇന്ത്യ ഇതിൽ ഒപ്പുവെക്കുന്നത്. ഓക്കെ, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു കൂട്ടം നടപടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എടുത്തു പോരുന്നുണ്ട്. അതാണ് ഈ റാംസാർ കൺവെൻഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യം ആഡ് ചെയ്തിട്ടുള്ള 4 റാംസാർ കൺവെൻഷനുകളെ കുറിച്ച്, റാംസാർ കേന്ദ്രങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു? ഫെബ്രുവരി 2-മായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഫെബ്രുവരി 2-നാണ് ആഡ് ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ഫെബ്രുവരി 2 എന്ന് പറയുന്നത് എന്താണ്? ലോക തണ്ണീർത്തട ദിനമാണ്. ലോക തണ്ണീർത്തട ദിനമാണ്. ഇപ്പോൾ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം 2025 ഫെബ്രുവരി 2-ന് ഉത്തർപ്രദേശിലെ ഗോണ്ടയിലുള്ള പാർവതി അർഗ എന്ന് പറയുന്ന റാംസാർ സൈറ്റിലാണ് ലോക തണ്ണീർത്തട ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഓക്കെ, 2025 ലോക തണ്ണീർത്തട ദിനാചരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ നടക്കുന്നത് എവിടെയാണ്, ഏത് സൈറ്റിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ ഗോണ്ടയിലുള്ള പാർവതി അർഗ റാംസാർ സൈറ്റിലാണ് ഇതിൻ്റെ പരിപാടി സംഘടിപ്പിക്കുന്നത്. 2025 ഓരോ വർഷത്തെ ഓരോ പ്രമേയങ്ങളുണ്ട് തണ്ണീർത്തട ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. 2025 ഉത്തർപ്രദേശിൽ സംഘടിപ്പിച്ചപ്പോഴുള്ള പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം എന്നുള്ളതായിരുന്നു പ്രമേയം.
ഓക്കെ, 2025 പ്രമേയമാണ് നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 91 റംസാർ സൈറ്റ് ഇന്ത്യയിലുണ്ട്. റംസാർ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പരിസ്ഥിതി ലോലമായ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ പഠിച്ച പോയിന്റ് 2025 ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടി എവിടെ സംഘടിപ്പിച്ചു, ഏത് കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ആഘോഷത്തിൻ്റെ വേദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ഫെബ്രുവരി 2 എവിടെയായിരുന്നു വേദി? ഉത്തർപ്രദേശിലെ ഗോണ്ടയിലുള്ള പാർവതി അർഗ റാംസാർ സൈറ്റിലായിരുന്നു അതിൻ്റെ വേദി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഫാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയോറോക്ക് സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ഇന്ത്യയിൽ 2ാമത്തെ കൃത്രിമ റീഫ് സ്ഥാപിക്കുകയാണ്. കൃത്രിമ റീഫ് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരിസ്ഥിതികമായിട്ട് വളരെയധികം ചലഞ്ച് നേരിടുന്ന ഒരു വലിയ സമുദ്ര ജീവി വിഭാഗമാണ് പവിഴപ്പുറ്റുകൾ അല്ലെങ്കിൽ കോറൽ റീഫുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡിപ്ലീഷൻ സംഭവിക്കുന്ന സമയത്ത് പാരിസ്ഥിതികമായിട്ട് വലിയൊരു ആഘാതം വരും അല്ലേ. അപ്പോൾ അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വലിയ സാങ്കേതിക വിദ്യയാണ് ഈ ഇന്ത്യയിൽ നിലവിൽ വരാനിരിക്കുന്ന ഈ 2ാമത്തെ കൃത്രിമ റീഫ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്ര ജീവികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ കൃത്രിമ റീഫ് പോണ്ടിച്ചേരിയിലായിരുന്നു സ്ഥാപിച്ചത്. ഇപ്പോൾ 2ാമത്തെ കൃത്രിമ റീഫാണ് സ്ഥാപിക്കാനായിട്ട് പോകുന്നത്. എവിടെയാണ്? വോർലി കോളിവാടയ്ക്ക് സമീപമാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഗകൾ അല്ലെങ്കിൽ ബാർണക്കിളുകൾ, പവിഴപ്പുറ്റുകൾ, കോറൽ റീഫുകൾ ഇവയൊക്കെ തന്നെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവയ്ക്ക് ഡിപ്ലീഷൻ വരാതെ അവർക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു പ്രതലം ഉണ്ടാക്കുക, അതായത് ബയോളജിക്കലായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രതലം നിർമ്മിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ സാങ്കേതിക വിദ്യ ചെയ്യുന്നത്. ഓക്കെ, ഒരു ബയോ റോക്കിനെ നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കടൽ ജീവികൾക്കൊക്കെ തന്നെ സംരക്ഷണത്തോടു കൂടി ഉറച്ചു നിൽക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ആവാസ വ്യവസ്ഥ നിർമ്മിക്കാനും വേണ്ടിയിട്ടുള്ളൊരു പരിതസ്ഥിതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ബയോ റോക്ക് ടെക്നോളജി ചെയ്യുന്നത്. അപ്പോൾ ഒരു വൈദ്യുത ധാരയുടെ ഒരു കാന്തം പോലെ എന്താണ് ഈ പറയുന്ന ധാതുക്കൾ അലിഞ്ഞു ചേരുന്ന പവിഴപ്പുറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ധാതുക്കളെയൊക്കെ തന്നെ ആകർഷിച്ച് നിർത്താനും ഈ ജീവികൾക്കൊക്കെ പ്രശ്നങ്ങളില്ലാതെ അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതമൊന്നും വരാതെ അതിന് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതലം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇന്ത്യയിലെ 2ാമത്തെ കൃത്രിമ റീഫാണ്. എവിടെയാണ് വരുന്നത്? വോർലി കോളിവാടയ്ക്ക് സമീപമാണ് ഇത് വരുന്നത്. ആദ്യത്തെ ബയോറോക്ക് സാങ്കേതിക വിദ്യ എവിടെയാണ് വന്നിട്ടുള്ളത്? ആദ്യത്തെ കൃത്രിമ റീഫ് പോണ്ടിച്ചേരിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്റ്റാണ് ഇതിൽ ഉള്ളത്. അടുത്തത് കെൻ ബെത്വ ലിങ്ക് പ്രൊജക്റ്റ് ആണ്. കെൻ ബെത്വ ലിങ്ക് പ്രൊജക്റ്റ് എന്താണ്? മധ്യപ്രദേശിലെ ഖജുരാഹോയിൽ കെൻ ബെത്വ ലിങ്ക് പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയുണ്ടായി. ഇതെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നദികളെ പരസ്പരം സംയോജിപ്പിക്കുക എന്നുള്ളതാണ്. അതിലൂടെ ജലക്ഷാമത്തിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഈ പദ്ധതി പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. എന്താണ്? ഈ നദികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിലൂടെ ദേശീയ വീക്ഷണ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു സംരംഭം ജലക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഓക്കെ, അതേപോലെ തന്നെ KBLPയോടൊപ്പം മേഖലയിലെ 11 ലക്ഷം ഹെക്ടർ ഭൂമിക്ക് ഈ ഒരു സേവനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് കിട്ടും? ഈ ജലക്ഷാമത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം ഒരു അണക്കെട്ട് കൂടെ ഉദ്ഘാടനം ചെയ്യുണ്ടായി. ഏതാണ്? ദൗധാൻ അണക്കെട്ട്. ദൗധാൻ അണക്കെട്ട് ജലസേചന പദ്ധതിക്ക് കൂടെ പ്രധാനമന്ത്രി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തറക്കല്ലിടുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മളിവിടെ പഠിച്ചത്? കെൻ ബെത്വ ലിങ്ക് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതിയെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ആരാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എന്താണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലക്ഷാമം പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ എവിടെയാണ് ഇത് നടക്കുന്നത്? മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലാണ്. ഓക്കെ, ജലക്ഷാമം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു അണക്കെട്ട് കൂടെ എന്ത് ചെയ്യണ്ടായി? ഉദ്ഘാടനം ചെയ്യുണ്ടായി. അതിൻ്റെ പേരാണ് ദൗധാൻ അണക്കെട്ട് എന്ന് പറയുന്നത്. ദൗധാൻ അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജലസേചന പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ,
ഈ ഒരു ആരംഭിച്ചിട്ടുള്ള പദ്ധതി പ്രകാരം പുനരുപയോഗ ഊർജ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിട്ട് ഒരു ഫ്ലോട്ടിംഗ് സൗരോർജ പദ്ധതി കൂടെ അദ്ദേഹം ഓംകാരേശ്വറിൽ ഉദ്ഘാടനം ചെയ്യുണ്ടായി. ഓംകാരേശ്വറിൽ നിലവിൽ വരുന്നത് എന്താണ്? പുനരുപയോഗ ഊർജത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ഫ്ലോട്ടിംഗ് സൗരോർജ പദ്ധതിയാണ്. ഫ്ലോട്ടിംഗ് സൗരോർജ പദ്ധതിയാണ്. പുനരുപയോഗം എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാലോ, റിന്യൂവബിൾ എനർജി സോഴ്സുകളാണ്. സൂര്യനിൽ നിന്നുള്ള എനർജി, അതായത് പാരമ്പര്യേതരമായിട്ടുള്ള എനർജി സോഴ്സുകൾ, ഇവരുടെയൊക്കെ ഇതിൻ്റെയൊക്കെ തന്നെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഇന്ത്യയിലെ ആദ്യത്തെ, മധ്യപ്രദേശിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സൗരോർജ പദ്ധതി എന്ന് പറയുന്നത്. മധ്യപ്രദേശിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സൗരോർജ പദ്ധതി എന്ന് പറയുന്നത് എവിടെയാണ് നിലവിൽ വന്നിട്ടുള്ളത്? ഓംകാരേശ്വറിലാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് രാജസ്ഥാനിലെ ആർട്ടീസിയൻ കിണറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഭാസമാണ് നമുക്ക് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതെവിടെയാണ് നടന്നിട്ടുള്ളത്? രാജസ്ഥാനിലെ ജയ്സാൽമീറിനടുത്താണ് ഇത് നടന്നിട്ടുള്ളത്. എന്താണ് ഈ ഒരു പ്രതിഭാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയുടെ അടിയിൽ ഒരു വാട്ടർ ബെഡ് ഉണ്ട് അല്ലേ, അതായത് ഭൂഗർഭ ജലമൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ ഒരു പ്രദേശത്ത് അമിതമായിട്ടുള്ള സമ്മർദ്ദം മൂലം ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറേയധികം ജലം നിലനിൽക്കുകയാണെങ്കിൽ അവിടെ കുഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പമ്പിംഗ് സൗകര്യമൊന്നും ആവശ്യമില്ലാതെ തന്നെ ജലം മുകളിലേക്ക് ഉയരും, അതായത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരും. ഈ ഒരു പ്രതിഭാസമാണ് ഈ ഒരു ആർട്ടീസിയൻ കിണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ ഭൂമിക്ക് അടിയിൽ നിന്ന് വലിയ അളവിലുള്ള ജലം പുറത്തേക്ക് ഒഴുകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു പ്രതിഭാസം നടക്കുന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്സാൽമീറിനടുത്താണ്. അപ്പോൾ പമ്പിംഗ് ആവശ്യമില്ലാതെ വലിയ സമ്മർദ്ദത്തിൽ വെള്ളം സ്വാഭാവികമായിട്ട് ഉപരിതലത്തിലേക്ക് ഒഴുകി വരുന്ന ആ ഒരു കിണറിനെയാണ് ആർട്ടീസിയൻ കിണർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പരിമിതമായ ഒരു ജലസംഭരണിയിൽ, അതായത് ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാത്ത ചെറിയൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ കുറേയധികം ജലം വലിയ സമ്മർദ്ദത്തിൽ നിലനിൽക്കുമ്പോഴാണ് അവിടെ ഇങ്ങനെയൊരു പ്രതിഭാസം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആർട്ടീസിയൻ കിണറെന്നും എവിടെയാണ് നടന്നത് എന്നും നമ്മൾ നോക്കി. എന്തുകൊണ്ടാണ് ഈ ഒരു ജയ്സാൽമീറിൽ നടന്നിട്ടുള്ള ഈ ഒരു പ്രതിഭാസം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് അല്ലേ. ആദ്യം ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നപ്പോഴത്തേക്കിനും ശാസ്ത്രജ്ഞർ കരുതിയിരുന്നത് പണ്ട് ഭൂമിക്കടിയിലേക്ക് പോയിട്ടുള്ള, അതായത് ഇപ്പോൾ നിലനിൽക്കുന്നില്ലാത്ത, പണ്ടുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന സരസ്വതി നദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജലമാണ് ഈ ആർട്ടീസിയൻ കിണർ വഴി പുറത്തേക്ക് വരുന്നത് എന്നായിരുന്നു പ്രാഥമിക നിഗമനം. പക്ഷെ പിന്നീട് പഠനങ്ങളിലൂടെ എന്ത് തെളിയിക്കുകയുണ്ടായി? ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ നമ്മൾ ജോഗ്രഫിയൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താണ്, വേദകാലഘട്ടത്തിനൊക്കെ വളരെയധികം മുൻപ് തെത്തീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടല് നിലനിന്നിരുന്നു എന്ന് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ കടല് പണ്ടുണ്ടായിരുന്നു. ആ കടലിൻ്റെ പ്രാചീനമായിട്ടുള്ള അന്ന് നിലനിന്നിട്ടുണ്ടായിരുന്ന ആ പഴക്കമുള്ള ജലമാണ് ഈ ആർട്ടീസിയൻ കിണർ വഴി പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു ഫാക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് നടക്കുന്നത്? രാജസ്ഥാനിലെ ജയ്സാൽമീറിനടുത്താണ് നടക്കുന്നത്. ഈ ആർട്ടീസിയൻ കിണർ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിമിതമായിട്ടുള്ള ഒരു വാട്ടർ കോളത്തിനകത്ത് വളരെ ചെറിയ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസിൽ ജലം കുറേ കാലം അധികമായിട്ടുള്ള സമ്മർദ്ദത്തിൽ നിലനിൽക്കുന്ന സമയത്ത് വലിയ പമ്പിങ്ങോ പുറത്തു നിന്നുള്ള ഫോഴ്സ് ഒന്നും ആവശ്യമില്ലാതെ തന്നെ ജലം ഉപരിതലത്തിലേക്ക് ഒഴുകുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു ആർട്ടീസിയൻ വെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കണ്ടെത്തൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന തെത്തീസ് എന്ന് പറയുന്ന കടലിൽ നിന്നും ഉണ്ടായിരുന്ന ആ പഴക്കമുള്ള ജലമാണ് ഈ ഒരു ആർട്ടീസിയൻ വെല്ല് വഴി ഇപ്പോൾ പുറത്തേക്ക് ജയ്സാൽമീറിൽ വരുന്നത് എന്നുള്ളതാണ് കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തതായിട്ട് പ്ലൂട്ടോ എന്ന് പറയുന്ന നമ്മുടെ പണ്ട് ഗ്രഹമായിരുന്ന ഒരു ജ്യോതിർഗോളമായിട്ടുള്ള പ്ലൂട്ടോയും അതുപോലെ തന്നെ ചാറോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപഗ്രഹമായിട്ടുള്ള ചാറോൺ ഒരു ഉപഗ്രഹമാണ്. അതുപോലെ തന്നെ പണ്ട് ഗ്രഹമായിരുന്ന, പിന്നീട് ഗ്രഹപദവി എടുത്തു മാറ്റിയിട്ടുള്ള ജ്യോതിർഗോളമായിട്ടുള്ള പ്ലൂട്ടോയും തമ്മിലുള്ള ഒരു കൂട്ടിയിടിക്ക് ശേഷമാണ് ഇവ രണ്ടും രൂപപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതായത് പ്ലൂട്ടോയെ നമ്മൾ പണ്ട് ഗ്രഹപദവിയിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ടായി അല്ലേ. ഇത് ഒഴിവാക്കുന്നതിൻ്റെ ചില കാരണങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഷേപ്പും അതേപോലെ തന്നെ പരിക്രമണ രീതിയും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ ഗ്രഹങ്ങൾ എന്ന് വിളിക്കാറ്. പക്ഷേ പ്ലൂട്ടോ എന്ത് ചെയ്യാറുണ്ട്? വളരെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പരിക്രമണ രീതിയായിരുന്നു അത് കാണിച്ചുകൊണ്ടിരുന്നത്. അതായത് ചില സമയത്ത് ഈ പ്ലൂട്ടോയും അതുപോലെ തന്നെ ഉപഗ്രഹമായിട്ടുള്ള ഈ ചാരോണും എന്ത് ചെയ്യും? പരസ്പരം അവർ പരിക്രമണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രതിഭാസം കണ്ടെത്തുണ്ടായി. ആ ഒരു അബ്നോർമാലിറ്റി കാരണം കൂടിയാണ് പ്ലൂട്ടോയെ എന്ത് ചെയ്യുന്നത്?
ഈ ഒരു ഗ്രഹപദവിയിൽ നിന്ന് ഒഴിവാക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ആകാശഗോളങ്ങളും പരസ്പരമുള്ള ഒരു കൂട്ടിയിടിക്ക് ശേഷമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്ന ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉപഗ്രഹം ആയിട്ടുള്ള ഒരു ഗ്രഹത്തെ പരിക്രമണം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്ലൂട്ടോയും ചാരോണും ഒരു ബൈനറി സിസ്റ്റം പോലെയാണ് പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ഇത് ഒരു പ്രത്യേകമായിട്ടുള്ള ഏതോ ഒരു മാസിനെ, ഒരു പൊതു പിണ്ഡകേന്ദ്രത്തെ ചുറ്റി ഇവർ പരസ്പരം പരിക്രമണം ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നെപ്റ്റ്യൂണിൻ്റെ ഒക്കെ ഭ്രമണപഥത്തിൻ്റെ ഒക്കെ അപ്പുറത്ത് കൈപ്പർ ബെൽറ്റ് എന്ന് പറയുന്ന ആ ഒരു ബെൽറ്റിൽ ആണ് പ്ലൂട്ടോ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ചിഹ്നഗ്രഹ വലയത്തിന് സമാനമായിട്ട് നമുക്കറിയാലോ, ചിഹ്നഗ്രഹ വലയമുണ്ട്, അതിന് സമാനമായിട്ട് നെപ്റ്റ്യൂണിൻ്റെ അപ്പുറത്ത് കൈപ്പർ ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബെൽറ്റ് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ബെൽറ്റിലാണ് ഈ പ്ലൂട്ടോയും അതുപോലെ തന്നെ ചാരോൺ എന്ന് പറയുന്ന ഗ്രഹവും നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഒരു ബൈനറി സിസ്റ്റം പോലെ പരിക്രമണം ചെയ്യുന്നത്. അപ്പോൾ മുൻപ് 9ാമത്തെ ഗ്രഹമായി നമ്മൾ കണക്കാക്കിയിരുന്ന പ്ലൂട്ടോയെ പിന്നീട് 2006 അതിനെ എന്താണ് കുള്ളൻ ഗ്രഹം എന്ന പേരിൽ പുനർനിർവചിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു ഫാക്ട് എന്ന് പറയുന്നത് 2025 ലോക ജലദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാനികളുടെ സംരക്ഷണം എന്നുള്ളതാണ്. ഹിമാനികൾ അല്ലെങ്കിൽ ഗ്ലേസിയേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് 2025 ലോക ജലദിനത്തിന്റെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ജലദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്, മാർച്ച് 22 നമ്മൾ ആചരിക്കുന്നത്. അടുത്തതായിട്ട് മൗണ്ട് എറ്റ്ന എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ലോകത്തിലെ ഏറ്റവും വലുതും അതേപോലെ തന്നെ സജീവ അഗ്നിപർവ്വതവുമാണ് മൗണ്ട് എറ്റ്ന എന്ന് പറയുന്നത്. ഇത് പൊട്ടിത്തെറിക്കാനായിട്ട് ആരംഭിച്ചു ഈ അടുത്തിടയ്ക്ക്, അതാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ മൗണ്ട് എറ്റ്ന എന്ന് പറയുന്നത് യുനെസ്കോയിൻ്റെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് മൗണ്ട് എറ്റ്ന എന്ന് പറയുന്നത്. 2013 മുതലാണ് ഈ ഒരു മൗണ്ട് എറ്റ്ന എന്ന് പറയുന്ന അഗ്നിപർവ്വതം എന്ത് ചെയ്യുന്നത്, യുനെസ്കോയിൻ്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്നത്. അപ്പോൾ യൂറോപ്പിലെ ഏറ്റവും വലുതും അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതവുമായിട്ടുള്ള ഒരു അഗ്നിപർവ്വതമാണ് മൗണ്ട് എറ്റ്ന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് സിസിലിയിലെ കിഴക്കൻ തീരത്താണ്, മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മൗണ്ട് എറ്റ്ന സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇറ്റലിയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന അഗ്നിപർവ്വതമാണ് മൗണ്ട് എറ്റ്ന എന്ന് പറയുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സജീവമായിട്ടുള്ള അഗ്നിപർവ്വതമാണ് മൗണ്ട് എറ്റ്ന എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് 2013 മുതൽ മൗണ്ട് എറ്റ്ന ലോക പൈതൃക പട്ടികയിൽ, യുനെസ്കോയിൻ്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള അഗ്നിപർവ്വതമാണ്. ഓക്കെ, അടുത്തതായിട്ട് വയനാട്ടിൽ നിലവിൽ വരുന്ന ഡോപ്ലർ കാലാവസ്ഥാ റാഡാറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥാ നിരീക്ഷണം അല്ലെങ്കിൽ കാലാവസ്ഥാ പ്രവചനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണിത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ഇപ്പോൾ ഈയിടെയായിട്ട് വടക്കൻ കേരളത്തിലൊക്കെ അടുത്തിടെ നടന്നിട്ടുള്ള കുറേയധികം പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയതായിട്ട് വരുന്നതാണ് ഈ ഒരു കാലാവസ്ഥാ റഡാർ എന്ന് പറയുന്നത്. കാലാവസ്ഥാ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് വടക്കൻ കേരളത്തിൽ ഒരു റഡാർ സ്ഥാപിക്കണം എന്ന് 2010 മുതൽ നമ്മുടെ സംസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണിത് നിലവിൽ വരുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജൂൺ 11 വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലെ പഴശ്ശിരാജ കോളേജിൽ കാലാവസ്ഥാ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഡോപ്ലർ വെതർ റാഡാർ സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജൂൺ 11 ഇത് ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു പദ്ധതി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡോപ്ലർ കാലാവസ്ഥാ റഡാർ എന്ന് പറയുന്നത്? കാലാവസ്ഥ അറിയിപ്പുകളെ അല്ലെങ്കിൽ അതിനെ പ്രവചിക്കുക എന്നുള്ളൊരു ലക്ഷ്യവുമായിട്ട്, കാലാവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി പ്രവചിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു റഡാറാണിത് എന്ന് പറയുന്നത്. ഡോപ്ലർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ, എവിടെയാണ് നിലവിൽ വരുന്നത്? വയനാട്ടിലാണ് നിലവിൽ വരുന്നത്. പഴശ്ശിരാജ കോളേജിലാണ് നിലവിൽ വരുന്നത്.
അടുത്തതായിട്ട് ഗ്രീൻ ദി ഗ്യാപ്പ് എന്ന് പറയുന്ന പദ്ധതിയാണ്. എന്താണ് ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ചുരമായിട്ടുള്ള പാലക്കാട് ചുരം, ആ ഒരു ചുരത്തിനെ ഹരിതവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ് എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, ബംഗളൂരുവിലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു റഡാറാണ് പാലക്കാട് ഗ്രീൻ ദി ഗ്യാപ്പ് എന്ന് പറയുന്ന ആ ഒരു സംരംഭ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഈ ഒരു പ്രകൃതിദത്ത പാതയെ സുസ്ഥിരമായിട്ട് പ്രകൃതി ക്ഷോഭങ്ങളൊന്നുമില്ലാതെ അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അതിനെ സുസ്ഥിരമായിട്ട് നിലനിർത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി അവിടെ പച്ചപ്പ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്രീൻ ദി ഗ്യാപ്പ്, എവിടെയാണ് ആരംഭിക്കുന്നത്? നമ്മുടെ പാലക്കാട് ചുരത്തിലാണിത് ആരംഭിക്കുന്നത്. പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു ചുരത്തിനെ ഹരിതവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് 2024 ഏറ്റവും ചൂടേറിയ വർഷമായിട്ട് പ്രഖ്യാപിക്കുന്ന ആ ഒരു ഫാക്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ലോകത്ത് ഇതുവരെയും പല വർഷങ്ങളിലായിട്ട് ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള താപനില വർദ്ധിക്കുകയുണ്ടായില്ലേ. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് സാങ്കേതികമായിട്ട് ഒരു വലിയ വിപ്ലവമായിട്ടുള്ള വ്യാവസായിക വിപ്ലവം ഉണ്ടായി. ആ വ്യാവസായിക വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാഹനങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രികൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടായില്ലേ. അതുമായി ബന്ധപ്പെട്ട് പുറന്തള്ളിയിട്ടുള്ള കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ക്ലോറോഫ്ലൂറോ കാർബൺ തുടങ്ങിയിട്ടുള്ള ഹരിതഗ്രഹ വാതകങ്ങളുടെയൊക്കെ അളവ് അന്തരീക്ഷത്തിൽ കൂടുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗ്ലോബൽ വാർമിങ്ങിലേക്ക് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ താപനില വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനുശേഷം തുടരെ ഭൂമി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വർധനവിന് ശേഷം എന്താണ് ഏറ്റവും വലിയൊരു കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ആ ഒരു ചൂടിൻ്റെ വർധനവ് സംഭവിച്ചിട്ടുള്ള വർഷമാണ് 2024 എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വ്യാവസായിക വിപ്ലവം നടന്നതിന് ശേഷം ആ ഒരു സമയത്തെ ആ ഒരു ചൂടിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും 1.55 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ആണ് താപനില ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 ഈ ഏറ്റവും ചൂടേറിയ വർഷമെന്ന് WMO സ്ഥിരീകരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും 1.55 എന്ന് പറയുന്നത് ചെറിയൊരു താപനിലയായിട്ട് തോന്നും. പക്ഷെ ആഗോള താപനിലയിൽ ഈ ഒരു വർധനവ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു എമൗണ്ട് ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് 2015 മുതൽ 2024-25 ഈ ഒരു കാലഘട്ടത്തിനകത്ത് രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ 10 വർഷങ്ങളാണ് ഈ 10 വർഷങ്ങൾ എന്ന് പറയുന്നത്. 2015 മുതൽ ഇങ്ങോട്ട് ഉള്ള ഈ ഒരു 10 വർഷങ്ങളാണ് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ 10 വർഷങ്ങൾ എന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവത്തിന് ശേഷം. ഓക്കെ, 1850 1900-ങ്ങളിലെ ശരാശരിയേക്കാൾ 1.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ആഗോള ശരാശരിയിൽ എന്ത് ചെയ്തിരിക്കുന്നത്, കാലാവസ്ഥയിലുള്ള ആ ഒരു ചൂടിന്റെ വർധനവ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്, ഏറ്റവും ചൂടേറിയ വർഷമായിട്ട് WMO പ്രഖ്യാപിച്ചിട്ടുള്ള വർഷം ഏതാണ്? 2024 വ്യാവസായിക വിപ്ലവ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന താപനിലയെ അപേക്ഷിച്ച് 1.55 ഡിഗ്രി സെൽഷ്യസോളം വർധനവാണ് ആഗോള ശരാശരിയേക്കാൾ കൂടുതൽ 2024 സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു വ്യാവസായിക വിപ്ലവത്തിന് ശേഷം നടന്നിട്ടുള്ള ആ ഒരു കണക്ക് പ്രകാരം ഏറ്റവും ചൂടേറിയ 10 വർഷങ്ങൾ എന്ന് പറയുന്നത് 2015 മുതൽ ഇങ്ങോട്ടുള്ള വർഷങ്ങളായിരുന്നു. ഇത്രയുമാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. അടുത്തതായിട്ട് ഗൾഫ് ഓഫ് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നുള്ളതിൻ്റെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള ഒരു ഉത്തരവ് ട്രംപ് ഒപ്പുവെക്കുകയുണ്ടായി. അപ്പോൾ ഇനി മുതൽ എന്താണ് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പുതിയ പേരാണ് എന്താണ് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗൂഗിൾ മാപ്പുമായിട്ട് ട്രംപ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് രേഖപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാവുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത് വാർത്തകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയുന്നതിൻ്റെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മെക്സിക്കോ ഉൾക്കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്പാനിഷ് ഗൾഫോ ഡി മെക്സിക്കോ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ സ്പാനിഷ് പേരെന്താണ്? ഗൾഫോ ഡി മെക്സിക്കോ എന്നുള്ളതാണ് അതിൻ്റെ പേര്. അറ്റ്ലാന്റിക് സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സമുദ്ര തടമാണ് ഈ ഒരു ഭാഗം, ഒരു ഉൾക്കടൽ പ്രദേശമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡം കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു കടലിടുക്കാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരാണ് ഇപ്പോൾ ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കി മാറ്റിയിട്ടുള്ളത്. ഓക്കെ,
അടുത്തതായിട്ട് മൗണ്ട് ഇബുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മൗണ്ട് ഇബു എന്ന് പറയുന്നത് ഒരു അഗ്നിപർവ്വതമാണ്. അപ്പോൾ കിഴക്കൻ ഇന്തോനേഷ്യയിൽ ഉൾപ്പെടുന്ന മൗണ്ട് ഇബു എന്ന് പറയുന്ന അഗ്നിപർവ്വതം 2025 ജനുവരി മാസത്തോടു കൂടി എന്താണ് ഒരു 1000 തവണയോളം അതിനകത്ത് പൊട്ടിത്തെറികൾ, ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പലതും വളരെ സിവിയർ ആയിട്ടുള്ള പൊട്ടിത്തെറികളായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മൗണ്ട് ഇബു എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? ഇന്തോനേഷ്യയിലാണ്. കിഴക്കൻ ഇന്തോനേഷ്യയിലുള്ള ഒരു അഗ്നിപർവ്വതമാണ് മൗണ്ട് ഇബു എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയധികം പൊട്ടിത്തെറികൾ നടന്നതുകൊണ്ട് അത് വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്നു. അപ്പൊ അതിന്റെ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ മൗണ്ട് ഇബു എന്ന് പറയുന്നത് കിഴക്കൻ ഇന്തോനേഷ്യയിൽ ഉള്ള ഒരു അഗ്നിപർവ്വതമാണ്. ഓക്കെ, അടുത്തതായിട്ട് GI ടാഗുകളിൽ പുതിയതായിട്ട് GI ടാഗ് നേടിയിട്ടുള്ള കുറച്ചധികം വസ്തുക്കളെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. തക്കാളി മുളക്, അതേപോലെ കണ്ണാടിപ്പായ, ഇവർക്ക് രണ്ടുപേർക്കും GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പം എന്തൊക്കെയാണ്? തെലങ്കാനയിലെ വാറങ്കലിലുള്ള ചപ്പാത്ത മുളക്, തക്കാളി മുളക് എന്നൊക്കെ പേര് കേൾക്കുന്ന ആ ഒരു മുളകിന് എന്ത് കിട്ടിയിട്ടുണ്ട്? GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ആദിവാസി കരകൗശല ഉൽപ്പന്നമായിട്ടുള്ള കണ്ണാടി പായയ്ക്കാണ് രണ്ടാമതായിട്ട് ഈ ഒരു GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തെലങ്കാനയിലെ 18ാമത് GI ടാഗ് നേടുന്ന ഉൽപ്പന്നമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബനഗനപ്പള്ളി മാമ്പഴം എന്ന് പറയുന്ന ആ ഒരു മാമ്പഴവും കൂടെ GI ടാഗ് നേടിയിട്ടുണ്ട്. പിന്നെ തണ്ടൂർ റെഡ് ഗ്രാമിനു ശേഷമുള്ള മൂന്നാമത്തെ കാർഷിക GI ഉൽപ്പന്നമാണ് ഈ ഒരു ചപ്പാത്ത മുളക് അല്ലെങ്കിൽ തക്കാളി മുളക് എന്നറിയപ്പെടുന്ന GI ടാഗ് നേടിയിട്ടുള്ള കാർഷിക വസ്തു എന്ന് പറയുന്നത്. GI ടാഗ് ലഭിക്കുന്ന കേരളത്തിൽ നിന്നുമുള്ള ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ണാടിപ്പായയ്ക്ക് GI ടാഗ് ലഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഇത് കേരളത്തിൽ നിന്നുമുള്ളതാണ്. തക്കാളി മുളക് എന്ന് പറയുന്നത് തെലങ്കാനയിൽ നിന്നുമുള്ളതാണ്. അപ്പോൾ ഈ ഒരു കണ്ണാടിപ്പായ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും GI ടാഗ് ലഭിക്കുന്ന ആദ്യത്തെ ആദിവാസി ഉൽപ്പന്നമാണ് എന്ത്? കണ്ണാടിപ്പായ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ക്ലിയർ ആയല്ലോ. അടുത്തതായിട്ട് GI ടാഗ് ലഭിച്ചിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള മറ്റൊരു വസ്തുവാണ് തലനാടൻ ഗ്രാമ്പൂ എന്ന് പറയുന്നത്. തലനാടൻ ഗ്രാമ്പൂവിനും എന്ത് ചെയ്തിട്ടുണ്ട്? ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിലുള്ള ഒരു കാർഷികോൽപ്പന്നമാണ് ഈ ഒരു തലനാടൻ ഗ്രാമ്പൂ എന്ന് പറയുന്നത്. ഇതിനു കൂടെ GI ടാഗ് അല്ലെങ്കിൽ ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എണ്ണമാണ് ഇവിടെ നോക്കാനുള്ളത്. അടുത്തതായിട്ട് ചെട്ടിക്കുളം ചെറിയുള്ളിയാണ്. ഈ ചെട്ടിക്കുളം ചെറിയുള്ളിക്ക് പെരമ്പല്ലൂർ ജില്ലയിലെ ആലത്തൂർ ബ്ലോക്കിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിള ഇനമാണ് ഈ ഒരു ചെട്ടിക്കുളം ചെറിയുള്ളി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ശക്തമായ സുഗന്ധവും രുചിയും ഒക്കെ കാരണം അത് ഫേമസ് ആയിട്ടുള്ളൊരു കാർഷികോൽപ്പന്നമാണ്. അതിനുകൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട്. പേരിതാണ് ചെട്ടിക്കുളം ചെറിയുള്ളി എന്നുള്ളതാണ്. ഇതും കേരളത്തിൽ നിന്നുമുള്ള ഒരു GI ടാഗ് നേടിയിട്ടുള്ള കാർഷികോൽപ്പന്നമാണ്. അടുത്തതായിട്ട് GI ടാഗ് നേടിയിട്ടുള്ളതാണ് പൻതുരുത്തി കശുവണ്ടി, ചെട്ടിക്കുളം പുളിയങ്കുടി നാരങ്ങ, അതേപോലെ തന്നെ പൻതുരുത്തി ചക്ക, കുംഭകോണം വെറ്റില എന്നുള്ളതൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുംഭകോണം വെറ്റില എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ട് നമുക്ക് കേട്ടിട്ടൊക്കെ ഉണ്ടാവും അല്ലേ, പാട്ടുകളിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്താ? കൊളുന്ത് വെറ്റിലയാണ്, അതായത് കുംഭകോണത്ത് നിന്നുമുള്ള കൊളുന്ത് വെറ്റിലയ്ക്കാണ് ഭൗമശാസ്ത്ര സൂചിക GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും എണ്ണമാണ് GI ടാഗ് നേടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. അടുത്തതായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം നിലവിൽ വരുന്ന സ്ഥലം ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം നിലവിൽ വരുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണ്? ആറളം വന്യജീവി സങ്കേതത്തിലാണ്. ആറളം വനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം നിലവിൽ വരുന്നത്. ഓക്കെ, ഈ സങ്കേതം 266-ലധികം ചിത്രശലഭ ഇനങ്ങളുടെ സങ്കേതമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ അപൂർവമായിട്ടുള്ളതും വംശനാശ ഭീഷണി നേരിടുന്നതുമൊക്കെ ആയിട്ടുള്ള വളരെ റെയർ ആയിട്ടുള്ള കുറേയധികം സ്പീഷീസുകൾ ഇതിനകത്തുണ്ട്. അങ്ങനെ ഈ ആറളം വനമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതമായിട്ട് നിലവിൽ വരുന്നത് കേരളത്തിലാണ് ഉള്ളത്. ഓക്കെ, അടുത്തതായി ഡോക്ടർ ഭീംറാവു അംബേദ്കറിന്റെ പേരിൽ നിലവിൽ വരുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. മധ്യപ്രദേശിലെ 25ാമത് വന്യജീവി സങ്കേതമാണ് ഡോക്ടർ ഭീംറാവു അംബേദ്കറിന്റെ പേരിൽ നിലവിൽ വരുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. മധ്യപ്രദേശ് സർക്കാർ മധ്യപ്രദേശിലെ സാഗർ ജില്ലയിലാണ് ഭീംറാവു അംബേദ്കർ സാങ്ച്വറി എന്ന പേരിൽ വന്യജീവി സങ്കേതത്തെ പുതിയതായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ സാങ്ച്വറി എവിടെയാണ്? സാഗർ ജില്ലയിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ
അപ്പോൾ 258.64 ചതുരശ്ര കിലോമീറ്ററോളം വരുന്ന ഒരു പ്രദേശമാണ് പുതിയതായിട്ട് എന്ത് ചെയ്യുന്നത്, ഭീംറാവു അംബേദ്കറിന്റെ പേരിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് മാറാനായിട്ട് പോകുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. അടുത്തതായിട്ട് സിമിലിപാലിന് ഒഡീഷയിലെ രണ്ടാമത്തേതും അതേപോലെ ഇന്ത്യയിൽ 107ാമത്തെയും ദേശീയോദ്യാനമായിട്ട് സിമിലിപ്പാലിലെ ദേശീയോദ്യാനം നിലവിൽ വരികയാണ്. അപ്പോൾ ഒഡീഷയിലുള്ള ഒരു പ്രദേശമാണിത്. നേരത്തെ തന്നെ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലമായിരുന്നു. അതിനെ എന്താണ്, ദേശീയോദ്യാന പദവിയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഇത് ഒഡീഷയിലെ 2ാമത്തെ ദേശീയോദ്യാനവും ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനവുമായിട്ട് സിമിലിപ്പാല് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സിമിലിപ്പാൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയിലാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അടുത്തത് രഥപാനി കടുവാ സങ്കേതത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. രഥപാനി വന്യജീവി സങ്കേതത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് എവിടെയാണുള്ളത്, ഏത് സംസ്ഥാനത്തുള്ളതാണ്, മധ്യപ്രദേശിലാണുള്ളത്. മധ്യപ്രദേശിലെ 8ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ്. ഇതോടുകൂടി ഇന്ത്യയിലെ 57ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ട് രഥപാനി കടുവാ സങ്കേതം മാറി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമ്മൾ നോക്കിയിട്ടുള്ളത്, രഥപാനി വന്യജീവി സങ്കേതത്തെ കടുവാ സങ്കേതമായിട്ട് ഉയർത്തുണ്ടായി. അപ്പൊ അത് ഇന്ത്യയിലെ 57ാമത് കടുവാ സങ്കേതമാണ്. എവിടെയാണുള്ളത്, മധ്യപ്രദേശിലാണുള്ളത്. മധ്യപ്രദേശിലെ എന്താണ്, കടുവാ സങ്കേതമാണ് ഇപ്പോൾ രഥപാനി വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. മധ്യപ്രദേശിലെ 8ാമത്തെ കടുവാ സങ്കേതമാണ് രഥപാനി. ഓക്കെ, അടുത്തതായി മറ്റൊരു നാഷണൽ പാർക്കാണ് മാധവ് നാഷണൽ പാർക്ക്. മധ്യപ്രദേശിലെ മാധവ് നാഷണൽ പാർക്ക് പുതിയതായിട്ട് നിലവിൽ വന്നിട്ടുള്ള നാഷണൽ പാർക്കാണ്. ഇത് നിലവിൽ വന്നതോടുകൂടി 58ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായിട്ട് ഈ ഒരു മാധവ് നാഷണൽ പാർക്ക് മാറിയിട്ടുണ്ട്. 57ാമത്തെ നമ്മൾ രഥപാനി എന്ന് പറഞ്ഞു, 58ാമത്തെ എന്തായിട്ടുണ്ട്, മാധവ് നാഷണൽ പാർക്കിലെ കടുവാ സങ്കേതം മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 58ാമത്തേത് മാധവ് ആണ്. അതെവിടെയാണുള്ളത്, മധ്യപ്രദേശിലാണ് ഉള്ളത്. ഓക്കെ അല്ലേ. അടുത്തത് ജിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ചധികം പാലങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ചെനാബ് റെയിൽ പാലമാണ്. ചെനാബ് റെയിൽ പാലമാണ്. ഇത് എവിടെയാണുള്ളത്, ജമ്മു കാശ്മീരിലെ ചെനാബ് എന്ന് പറയുന്ന നദിക്ക് കുറുകെയാണ് ചെനാബ് റെയിൽ പാലം ഇപ്പോൾ പുതിയതായിട്ട് എന്താ പറയുക അതിനെ പുതുക്കി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെയിൽ പാലം ചെനാബിന്റെ പോഷക നദിയായിട്ടുള്ള അഞ്ചി നദിക്ക് കുറുകെയുള്ള അഞ്ചിഘാത് പാലവും ഈ ഒരു ചെനാബ് പാലവും ഒന്നിച്ച് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതാണ് വാർത്തകളിൽ വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ്, ചെനാബ് റെയിൽ പാലവും ചെനാബ് നദിക്ക് കുറുകെയുള്ളത്. അത് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഞ്ചി നദിക്ക് കുറുകെയുള്ള അഞ്ചിഘാത് പാലവും ഈയിടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഈ ഒരു പാലത്തെ സംബന്ധിച്ച് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. റീസി എന്ന് പറയുന്ന ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമാണ് ചെനാബ് പാലം എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം എവിടെ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ചെനാബ് റെയിൽ പാലമാണ്. എത്ര ഉയരമുണ്ട്, 359 മീറ്ററോളം ഉയരത്തിലാണ് ഈ ഒരു കമാന പാലം നിലനിൽക്കുന്നത്. ഓക്കെ, എട്ടോളം റിക്ടർ സ്കെയിലിൽ 8ഓളം തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെ പ്രതിരോധിക്കാനും അതേപോലെ തന്നെ ഏകദേശം 40 ടണ്ണോളം വരെയുള്ള എന്തെങ്കിലുമൊക്കെ അത്രയും ആഘാതമുള്ള സ്ഫോടനങ്ങളെയോ അല്ലെങ്കിൽ വസ്തുക്കളെയൊക്കെ താങ്ങാനും ഒക്കെയുള്ള കരുത്തുള്ള ഒരു പാലമാണ് ഈ ഒരു ചെനാബ് പാലം എന്ന് പറയുന്നത്. ഇത് ജമ്മു കാശ്മീരിലാണുള്ളത്. അപ്പോൾ അവിടുത്തെ എക്സ്ട്രീം ആയിട്ടുള്ള കാലാവസ്ഥകളെ പ്രതിരോധിക്കാനും കൂടെയുള്ള സാങ്കേതിക വിദ്യയുള്ള പാലമാണിത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം, അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ചെനാബ് പാലമാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള മറ്റൊരു പാലമാണ് അഞ്ചിഘാത് പാലം. ഇതും ജമ്മു കാശ്മീരിൽ തന്നെയാണ്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് അഞ്ചിഘാത് പാലം നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റഡ് റെയിൽ പാലമാണ് അഞ്ചിഘാത് പാലം എന്ന് പറയുന്നത്. അതായത് ഈ കേബിളിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതിയുള്ള പാലമാണ് കേബിൾ സ്റ്റഡ് പാലം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റഡ് റെയിൽ പാലമാണ് അഞ്ചിഘാത് പാലം
പാലം എന്ന് പറയുന്നത്. എവിടെയാണുള്ളത്? ജമ്മു കാശ്മീരിൽ തന്നെയാണുള്ളത്. ചെനാബിനോടൊപ്പം തന്നെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പാലമാണ്. അഞ്ചി നദിക്ക് കുറുകെയാണ് അഞ്ചി ഘാത് പാലം ഉള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ ഫാക്ട് നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റഡ് റെയിൽ പാലമാണ് അഞ്ചി ഘാത് പാലം എന്ന് പറയുന്നത്. ഇത് ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള എന്ന് പറയുന്ന ആ ഒരു റെയിൽ ലിങ്ക്, ആ ഒരു റെയിൽവേ പാതയിലാണ് ഈ ഒരു പാലം നിലനിൽക്കുന്നത്. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പാലം നിലവിൽ വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് ലോങ്സ്റ്റ് അനിമൽ ഓവർപാസ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അനിമൽ ഓവർപാസ് കോറിഡോർ നിലവിൽ വന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പം എന്താണ് അനിമൽ പാസ് കോറിഡോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനുഷ്യൻ ഇപ്പോൾ സാങ്കേതികപരമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജിക്കും നമ്മുടെ ഡെവലപ്മെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പല റോഡുകളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ വന്യജീവി സങ്കേതത്തിന് കുറുകെ അല്ലെങ്കിൽ ദേശീയോദ്യാനത്തിന് കുറുകെയൊക്കെ തന്നെ പോകുന്ന പലതരത്തിലുള്ള സഞ്ചാര പാതകളും പല മൃഗങ്ങൾക്കും അപകടകരമായിട്ട് വരാറുണ്ട്. അതായത് മൃഗങ്ങൾ പാസ് ചെയ്യുന്ന സമയത്ത്, ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇടിച്ചിട്ടൊക്കെ പല മൃഗങ്ങളും മരിച്ചു പോകാറുണ്ട് അല്ലേ. ആ ഒരു പ്രശ്നം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അനിമൽ ഓവർപാസ് കോറിഡോറുകൾ നിർമ്മിക്കുന്നത്. അതായത് സാധാരണ സഞ്ചരിക്കുന്ന ഈ ഒരു റോഡിന്റെ കുറുകെ ജീവികൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ദേശീയോദ്യാനത്തെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറികളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഒരു ഓവർപാസ് നിർമ്മിക്കാറാണ് പതിവ്. ഈ ഒരു ഓവർപാസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അനിമൽ ഓവർപാസ് കോറിഡോർ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അനിമൽ ഓവർപാസ് കോറിഡോർ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഏതെങ്കിലും ഒക്കെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ അല്ലെങ്കിൽ ദേശീയോദ്യാനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും സംരക്ഷിതമായിട്ടുള്ള പ്രദേശത്തിലൊക്കെ ആയിരിക്കും ഈ അനിമൽ പാസ് കോറിഡോർ നിലവിൽ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എവിടെയാണ് വന്നിട്ടുള്ളത്? രന്തംബോർ കടുവ സങ്കേതത്തിനടുത്താണ്. രന്തംബോർ കടുവ സങ്കേതത്തിന്റെ ബഫർ സോണിലൂടെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബഫർ സോണിലൂടെ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കൂലേ, അപ്പോൾ അവർക്ക് അപകടം പറ്റാതിരിക്കാനാണ് ഈ ഒരു ഓവർപാസ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് ഉള്ളത്? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലാണ് അനാച്ഛാദനം ചെയ്തിട്ടുള്ളത്. ഏത് കടുവാ സംരക്ഷണ കേന്ദ്രവുമായിട്ട്, ഏത് വന്യജീവി സങ്കേത കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? രന്തംബോർ കടുവ സംരക്ഷണ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ ബഫർ സോണിലാണ് ഈ ഒരു ക്രോസിംഗ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രന്തംബോർ റിസർവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും നീളം കൂടിയതാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഏകദേശം 12 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ നീളം കൂടിയ ഒരു അനിമൽ ഓവർപാസ് കോറിഡോറിന് ഉള്ളത്. ഇതിനകത്തൂടെ 5 മേൽപ്പാലങ്ങളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വന്യജീവി അണ്ടർപാസും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇത് അവിടുത്തെ ആവാസ വ്യവസ്ഥയൊക്കെ ശല്യം ചെയ്യാതെ പലതരത്തിലുള്ള വന്യജീവികൾ സഞ്ചരിക്കുന്ന ഒരു ഓവർപാസാണ് ഈ ഒരു ഓവർപാസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലോ. അടുത്തതായിട്ട് പാമ്പൻ പാലത്തിന്റെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്റ്റ് ആണ്. രാമേശ്വരത്തിനും ഇന്ത്യക്കും ഇടയിൽ, രാമേശ്വരത്തെയും ഇന്ത്യയെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പാലമാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ രാമേശ്വരത്തിനും ഇന്ത്യക്കും ഇടയിലുള്ള ആ ഒരു ഭൂപ്രദേശത്തെ സഞ്ചാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലംബ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം പാമ്പൻ പാലത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ലംബ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലമാണ് നിലവിൽ വന്നിട്ടുള്ളത് ഇത് പുതുക്കി പണിത സമയത്ത്. അപ്പോൾ എന്താ, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 100 വർഷത്തിലധികം ഈട് നിൽക്കുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാമ്പൻ പാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നോക്കിയേ, ഇതുപോലെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കപ്പലുകൾക്കും മറ്റുമൊക്കെ പാസ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയാണ് ഇവിടെ പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ പാക്ക് കടലിടുക്കിന് കുറുകെ ഏകദേശം 2.07 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു പാലമാണിത്. 1914 പാമ്പൻ പാലം ഷെർസർ റോളിംഗ് ലിഫ്റ്റ് സ്പാൻ ഉപയോഗിച്ചിട്ട് മാറ്റി സ്ഥാപിക്കുകയുണ്ടായി. ഇനി കപ്പൽ കടന്നു പോകാൻ അനുവദിക്കുന്ന തരത്തിൽ 17 മീറ്റർ ഉയരത്തിൽ 72.5 മീറ്റർ ഒരു ലംബ ലിഫ്റ്റ് സ്പാൻ ഇതിൽ പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാമ്പൻ പാലമാണ് അല്ലേ. അപ്പോൾ പഴയ പാമ്പൻ പാലം എന്ന് പറയുന്നത് 1911 ആരംഭിക്കുകയും നേരത്തെ പറഞ്ഞ പോലെ 1914 അതിൻ്റെ പണി തീർന്നിട്ട് ഏകദേശം ഗതാഗതത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാമ്പൻ പാലമാണ് ഇത് പുതിയതായിട്ട് പുനർനിർമ്മിച്ചിട്ട് കപ്പലുകൾക്കൊക്കെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ സാങ്കേതിക വിദ്യയോടുകൂടി അതിനെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ 1914 ഇത് ഗതാഗതത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്ന സമയത്ത് വ്യാപാരത്തിനായി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലമായിരുന്നു ഈ ഒരു പാലം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്.
ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ലാത്ത ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം കറണ്ട് അഫെയറുകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വരാനിരിക്കുന്ന പരീക്ഷകളിലൊക്കെ ഉപകാരപ്പെടുന്ന കുറേയധികം ഫാക്റ്റുകളാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്